വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ റോഡ് നശിച്ച് കിടക്കുക. ഇത് നന്നാക്കാനോ ഒന്നും ആരും ജനങ്ങൾക്കൊരു വിലയില്ല. പക്ഷേ മൃഗങ്ങൾക്ക് വില കൊടുക്കുകയാണ്. ഇവിടെ പിന്നെ ജന്തുക്കൾക്കാണ് കൂടുതൽ വില കൊടുത്തുകൊണ്ട് മനുഷ്യനെ കൂടുതൽ അവഗണിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ഈ മനുഷ്യരിൽ വോട്ടാകുന്നവരുടെ ഏതായാലും മൃഗങ്ങളൊന്നും വോട്ട് ചെയ്യത്തില്ല ആർക്കും. വോട്ട് സമയമാകുമ്പോൾ, ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവരും വരും വീട്ടുപാർക്കൽ. നമ്മുടെ വീടിനകത്ത് കയറി വലിയ കാര്യമായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ കാര്യമായിട്ട് ഞങ്ങളെ വിളിച്ച് അങ്ങ് ഇത് ചെയ്യാം, പിന്നെ റോഡ് നന്നാക്കി തരാം, വെള്ളം കൊണ്ടുവന്ന് തരാം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വല്ല നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മണ്ണീറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, തണ്ണിത്തോട് പഞ്ചായത്തിലുള്ളതാ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ളതാ കേട്ടോ. അവിടെ കുറച്ച് 10,000-2000 മേലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ പിന്നെന്താ പറയുക, സ്കൂളിലേക്ക് പോകാനായിട്ട് ആശ്രയിക്കുന്ന ഒരു വഴിയുണ്ട് മക്കളെ. ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ടത് ഇക്കോ ടൂറിസം പദ്ധതി, കൊട്ടവഞ്ചി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇഷ്ടം പോലെ കാശാ ഉണ്ടാക്കുന്ന കൊട്ടവഞ്ചി മുഖേന വനം വകുപ്പ്. എന്നാൽ അതിൽ നിന്നൊരു കുറച്ച് പൈസ, ഒരു 10 രൂപ വെച്ച് മാറ്റി വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് പോകാനായിട്ടും വരാനായിട്ടും നല്ലൊരു റോഡ് ഉണ്ടാക്കി കൊടുക്കാം. ഇതൊരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറൊരു ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു വഴി, ഓട്ടോറിക്ഷയുടെ വീതിക്കാണ് വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു രോഗിയെ കൊണ്ട് ഒന്ന് പോകണമെങ്കിലോ നോക്കണ്ട. പിന്നെ രോഗി മരിച്ചു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. പിന്നെ എടുത്തു പറയണം കേട്ടോ, ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേനും നമ്മുടെ MLA ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാവോ? കുറച്ച് ഫ്ലെക്സ് അങ്ങോട്ട് അടിച്ചു വെക്കും. 40 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് ഒക്കെ അങ്ങോട്ട് വെക്കും. ഈ ഫ്ലെക്സ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണത്തില്ല. അങ്ങനെ വെച്ചൊരു ഫ്ലെക്സ് ആയത്. അത് മാത്രമല്ല, അവിടുത്തെ യുവജനങ്ങളൊക്കെ വന്നോട്ട് ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് ഒരു പിക്കപ്പ് ചെയ്തിടും. മെറ്റില് ഒരിടത്ത് ഒരു പിക്കപ്പ് ഇടും, ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഒരു പിക്കപ്പ് അങ്ങോട്ട് ഇടും. എന്നിട്ട് അവരവരുടെ പാട്ടിന് പോകും. പറയുമ്പോഴോ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഉണ്ടാക്കുമെന്നാ പറയുന്നത്. ഇതുവരെയായിട്ടും അവിടെ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ യുവാക്കള് രംഗത്തെത്തി. അവര് മീഡിയക്കാരെ വിളിച്ചു നിർത്തി അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇവരൊക്കെയാണ് ആർക്കെങ്കിലും വയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അതിനകത്ത് ഓട്ടോ ഡ്രൈവർമാരുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. ജനിച്ചു വളർന്നവരാണ് ഞാൻ സഹിതം അവിടെ. ഓക്കെ, നമ്മളോടാണ് ഈ ഒരു കാര്യം കാണിക്കുന്നതെന്ന് മറക്കരുത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ പറയുന്നൊന്ന് കേൾക്കാം. സവാരിയിലേക്ക് വന്ന ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അവസാനം ഇവിടുത്തെ യുവാക്കളും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ചേർന്ന് കെട്ടിവലിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിരുന്നു അവിടെ. ഇത്രയും പ്രദേശങ്ങളിൽ ഇത്രയും നശിച്ച് കിടക്കുന്ന റോഡ് വേറെ ഇല്ല. തണ്ണിത്തോട് പഞ്ചായത്തിൽ മൊത്തം ഇടിഞ്ഞു കിടക്കുക. കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വന്നിട്ട് വണ്ടി മറിയേണ്ടിയായിരുന്നു. അന്നേരം ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ടാണ് അത് വലിച്ചു കയറ്റിയത്. MLA പറയുന്നത് ഈ കഴിഞ്ഞ 8 മാസത്തിന് മുമ്പ് ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നതാണ്. അപ്പം ഇപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ടാറിങ്ങിന്റെ വില കൂടി, അതായത് ഇപ്പം മഴക്കാലം, അപ്പം 8 മാസത്തിന് മുമ്പ് ഈ റോഡ് ചെയ്യാമായിരുന്നു അവർക്ക്.